ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളിന്നൊരു പുതിയ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ആണ് യൂണിറ്റിൻ്റെ പേര്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റുമാണത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതലേ കേൾക്കുന്ന ഒരു ടേമാണ് ഫോട്ടോസിന്തസിസ്. ആദ്യം നമുക്ക് അതെന്തുവെന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് കൊച്ചിലെ മുതൽ 4-ലും 5-ലും 6-ലും 7-ലും ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ 8-ലായില്ലേ, അപ്പം അറിയാമായിരിക്കുമല്ലോ ഫോട്ടോസിന്തസിസ് എന്താണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പം plants can prepare their own food by a process called photosynthesis. പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ മറ്റ് ഘടകങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫോർ ദിസ് പ്രോസസ് പ്ലാന്റ്സ് റിക്വയർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡും വാട്ടറും ഈ ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. The leaves take in carbon dioxide from the atmosphere. ലീവ്സിന് കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത്. അന്തരീക്ഷത്തിൽ നിന്നാണ് ലീവ്സിന് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത്. ലീവ്സിന് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്ന അറ്റ്മോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വാട്ടറും മിനറൽസും എല്ലാം നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമാണ്. അപ്പോൾ പ്ലാന്റ്സിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? സോയിൽ വഴി റൂട്ട്സിലൂടെ വന്ന് ഷൂട്ട്സിനകത്തുള്ള എല്ലാ ഭാഗങ്ങളിലും മിനറൽസും വാട്ടറും എല്ലാം കിട്ടുന്നു. ഇപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടായിട്ട് കാണുന്നൊരു ഭാഗമാണ്. ഒരു പ്ലാന്റിനകത്ത് റൂട്ട് എവിടെയാണ്? മണ്ണിൻ്റെ അടിയിലല്ലേ കാണപ്പെടുന്നത്. എബവ് കാണുന്ന ഏതൊരു സ്റ്റെമ്മാണ് നമുക്ക് എബവ് ആയിട്ട് കാണാൻ പറ്റുന്നത്. എബവ് കാണുന്ന സ്റ്റെമ്മല്ലേ ഷൂട്ടെന്ന് പറയാം. ഷൂട്ട് പോർഷനാണ് നമ്മൾ മേളിലോട്ട് കാണുന്നത്. അപ്പോൾ റൂട്ട് പോർഷനിൽ നമ്മൾ സോയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്? റൂട്ട് പോർഷനാണെന്നറിയാം. സോയിലിലൂടെ നമുക്ക് ഈ റൂട്ടിനകത്ത് മിനറൽസും വാട്ടറും എല്ലാം കിട്ടുന്നു. അത് മേളിലോട്ട് സൈഡിലുള്ള ഷൂട്ടിനകത്ത് എന്തൊക്കെ കാണാം? ലീവ്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പീറ്റിയോൾസ്, ഫ്ലവേഴ്സ്, ബഡ്സ്, എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും മേളിലോട്ടാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും വളരുന്നത് മേളിലോട്ടല്ലേ. അപ്പം ഈ കാര്യങ്ങളിലെല്ലാമായിട്ട് വാട്ടറും മിനറൽസും എല്ലാം കിട്ടണമെങ്കിൽ എവിടുന്നാണ്? സോയിൽ വഴി റൂട്ടിലോട്ട് കയറി റൂട്ടിൽ നിന്ന് ഷൂട്ടിലോട്ട് പോകുന്നു. ഓക്കെ. The food prepared by the leaves is transported to all parts of the plant including roots. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ, റൂട്ട്സിലൂടെയാണ് നമുക്ക് ഷൂട്ട് വഴി എല്ലാ ഭാഗങ്ങളിലോട്ടും വാട്ടറും മിനറൽസും പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഫുള്ളും കിട്ടുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മളിനി അടുത്ത് നോക്കുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് നോക്കിക്കഴിഞ്ഞു. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എന്തുവാ പറയുന്നത്? ഗതാഗതം എന്ന് പറയും. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ തന്നെ നമ്മൾ എന്തുവാ അത്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു ഗതാഗതമാണ്. അതുപോലെ സെയിം തന്നെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലോട്ടും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മിനറൽസും വാട്ടറും അതിന് വേണ്ടുന്ന ഫുഡ് മെറ്റീരിയൽസ് എല്ലാം അബ്സോർബ് ചെയ്ത് സിന്തസൈസ് ചെയ്ത് എടുക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ഒരു സ്ഥലത്ത് നിന്ന്, അപ്പോൾ റൂട്ടിൽ നിന്ന് ഷൂട്ടിനകത്തുള്ള എല്ലാ ഭാഗങ്ങളിലോട്ടും പ്ലാന്റ്സിന് വേണ്ടുന്ന ഫുഡ് മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരിടത്തു നിന്ന് വേറൊരിടത്തോട്ട് പോകുന്നത്, അതായത് റൂട്ടിൽ നിന്ന് ഷൂട്ടിലോട്ട് ഫുഡും മിനറൽസും എല്ലാം കിട്ടുന്ന രീതിക്ക് പറയുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. Transportation of water and food in plants is carried out by a conducting system consisting of two main tissues, xylem and phloem. Together they form the vascular bundle. ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ടറും ഫുഡും എല്ലാം പ്ലാന്റ്സിന് നമ്മൾ റൂട്ട്സ് മുതൽ ഷൂട്ട് വരെ കിട്ടുന്ന ഒരു രീതിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ. അതിന് പറയുന്ന പേര് ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നടക്കണമെന്നുണ്ടെങ്കിൽ റൂട്ടും ഷൂട്ടും വേണമല്ലോ എന്തായാലും. അപ്പോൾ ഈ രണ്ടിനും കൂടെ ചേർത്ത് പറയുന്നത്, റൂട്ടിനും ഷൂട്ടിനും കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിന് തന്നെ രണ്ട് മെയിൻ ടിഷ്യൂസ് ഉണ്ട്. കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ എന്താണുള്ള രണ്ട് മെയിൻ ടിഷ്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സൈലം ആൻഡ് രണ്ടാമത്തത് ഫ്ലോയം. സൈലവും ഫ്ലോയവും ഇതിന് രണ്ടിനും കൂടെ ചേർത്ത് നമ്മളൊരു പേര് പറയും, വാസ്കുലാർ ബണ്ടിൽ. സൈലത്തിനും ഫ്ലോയത്തിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് വാസ്കുലാർ ബണ്ടിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെ കാര്യമാണെന്ന് നോക്കാം. നമ്മൾ ചെറുതായിട്ട് ഒരിച്ചിരി കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ്?
ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചു, ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് പഠിച്ചു. ഈ ചെറിയ രണ്ട് ടേംസേ പഠിച്ചിട്ടുള്ളൂ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പം പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ എ പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു. ഇനി പ്ലാന്റ്സിന് എന്താ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേണമെന്ന് പറഞ്ഞു. ഈ ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ആ ടോപ്പിക് അങ്ങ് നിർത്തി. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്ന ഒരു രീതിക്കാണ് ട്രാൻസ്പോർട്ട്, ഒരു ഗതാഗത മാർഗ്ഗമെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അത് തന്നെ പ്ലാന്റ്സിനകത്ത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഫുഡും മിനറൽസും എല്ലാം റൂട്ടിൽ നിന്നും ഷൂട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ. ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെന്നെങ്കിൽ റൂട്ടും ഷൂട്ടും വേണമെന്ന് പറഞ്ഞ് റൂട്ടും ഷൂട്ടും കൂടെ ചേർന്ന് പറയുന്നൊരു പേരാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിനകത്ത് മെയിൻ 2 ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയും. ഈ സൈലവും ഫ്ലോയും കൂടെ ചേർത്ത് വിളിക്കുന്നൊരു പേരാണ് വാസ്കുലർ ബണ്ടിൽ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.